എല്ലാവർക്കും പ്രിയാസ് തട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ബീഫ് കടായിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ്, അതായത് 500 ഗ്രാം ബീഫ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊരു കുക്കറിലേക്ക് മാറ്റാം. അത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ, അതേപോലെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ഞാൻ ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു കപ്പ് വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി കൂടി ചേർക്കാനുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. എരിവും ഉപ്പും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. അപ്പം ഇനി ഞാനിത് അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു 4 വിസിൽ വരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ബീഫിൻ്റെ വേവ് എന്ന് പറയുന്നത് പല ബീഫിനും പല വേവാണ്, പിന്നെ കുക്കറിനനുസരിച്ചും വ്യത്യാസപ്പെടും. എനിക്കിവിടെ 4 വിസിലാണ് വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ അത് വേവിക്കാൻ വെച്ചിട്ട് ഞാൻ ആ സമയം കൊണ്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഇനി അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് വരണം. ഇനി അതിലേക്ക് ഇത് ജീരകം ഞാൻ വറുത്ത് പൊടിച്ചതാണ്, അതായത് നമ്മൾ കറിയിലേക്കൊക്കെ ചേർക്കുന്ന ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കാം. അതായത് നമ്മുടെ ഈ തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റൊക്കെ നന്നായിട്ട് ആ ബീഫിലേക്കൊക്കെ ഒന്ന് പിടിച്ച് ആ ഗ്രേവിയിലേക്കൊന്ന് അതൊന്നും തമ്മിൽ യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു 3 മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാൻ പോവാണ്. തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അധികം പുളി വേണ്ട, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അധികം പുളി വേണ്ട. ഇനി തൈര് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഇതേപോലെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അതേ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, നെയ്യാണ് തെളിഞ്ഞു വന്നേക്കണത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഇനി ലാസ്റ്റ് നമ്മൾ ഒരു 4 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുക. അതൊരു 1/2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് കടായി ഇവിടെ റെഡി ആയിട്ടാണ് ഇരിക്കണത്. നിങ്ങൾക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ പോകണതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.